ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു പലഹാരം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തത്. അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി വെച്ചതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ നുറുക്ക് ഗോതമ്പ് നമ്മൾ അരച്ചെടുക്കുകയാണ്. അതിലോട്ട് അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒരു പകുതി തേങ്ങയുടെ കുറച്ച് ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും അതുപോലെ 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്ത് 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ആദ്യമേ തന്നെ ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കരുത്. മാവ് ലൂസായി പോകരുത്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുമ്പം നമ്മളെ ലൈൻ അവിടെ കിടക്കണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഞാനിവിടെ ആവിപ്പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴേക്ക് നമുക്കിത് നെയ്യ് തടവിയ പാത്രത്തിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, ചെറിയൊരു തിക്നെസ്സിൽ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ആവിക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. നിങ്ങളുടെ അടുത്ത് വലിയ പാത്രം ഉണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇവിടെ ആദ്യം ഒഴിച്ച മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് തണുത്തിട്ടില്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷേ തണുത്തതിന് ശേഷം കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. നല്ല സ്മൂത്ത് സിൽക്കി ടെക്സ്ചറിലുള്ള ഒരു പലഹാരം നമുക്ക് കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കുന്ന സമയത്ത് മുട്ട ആഡ് ചെയ്യാം. ഞാൻ മുട്ടയൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പൊടിയുണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നുറുക്ക് ഗോതമ്പ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.